ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയി, ക്ഷേത്രങ്ങളിലേക്ക് പോയി. ഇന്ന് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. കൂടാതെ ഇന്ന് വൈകുന്നേരം കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർ മക്കളെയൊക്കെ കൂട്ടി ഇന്നൊന്ന് പാർക്കിലൊക്കെ കറങ്ങാൻ പോകുന്നൊരു ദിവസമാണ്. എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിപ്പോൾ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാനിന്ന് ഈ സമയത്ത് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ കലാകാരനായ സുധിയുടെ ഭാര്യ രേണുവിനെക്കുറിച്ച് രണ്ട് വാക്കുകളാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് അധിക ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുവരുന്നു അവരെക്കുറിച്ചുള്ള ഒരുപാട് മോശപരമായ കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ? ഒരു മനുഷ്യനെ പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രേണുവിൻ്റെ മൂത്ത മകനായ കിച്ചു ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പം അനിയനെ കാണാനായിട്ടാണ് അവിടെ ചെല്ലുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അനിയനെ കാണാൻ അവിടെ ചെന്നപ്പോൾ അവൻ സാധാരണ അവിടെ അനിയൻ്റെ വീഡിയോയൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ വീഡിയോയൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഈ കൊച്ചുകുട്ടി അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു. കുഞ്ഞിനെന്തറിയാം? അവൻ മറ്റൊന്നും ചിന്തിക്കാതെ പറഞ്ഞൊരു കാര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അവനിങ്ങനെ നോക്കി. അപ്പോൾ ഈ വീഡിയോ പിടിക്കുമ്പോൾ ഇതെല്ലാം കാണാമല്ലോ. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ഇത് അച്ഛൻ്റെ ഫോട്ടോയാണെന്നും ഇത് അമ്മയുടെ ഫോട്ടോയാണെന്നും കുഞ്ഞു പറയും. അപ്പോൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയെ ഈ ഋതപ്പനും അവരുടെ ചേട്ടത്തിയുടെ കുഞ്ഞും കൂടി മീശ വരക്കുന്നു, കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു. പിന്നെ അതുപോലെ തന്നെ അവൾ പോയി വരുമ്പോൾ ഈ ഫോട്ടോസൊക്കെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ രേണുവിന് കാണാൻ കഴിയുന്നത്. അപ്പോൾ രേണു എന്ത് ചെയ്ത്, ഒരു ഷെൽഫൊക്കെ പണിതിട്ട് രണ്ടുപേരുടെ ഫോട്ടോ ഒന്ന് വെക്കണം. അങ്ങനെയൊക്കെയുള്ള ചില പ്ലാനിങ്ങിൽ അവിടെ ഈ ടേബിളിലിരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് അന്നേ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ ഈ സുധിയുടെ വലിയൊരു ഫോട്ടോയാണ് നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴേ ആ വീടിന് വെച്ചിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ അകത്താണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കിച്ചുവും ഋതപ്പനും അതുപോലെ തന്നെ സുധിയും രേണുവായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ ആ വീടിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ട്രോഫിയൊക്കെ കിട്ടിയത് അവർ ടേബിളിൽ വെച്ച് ഈ കൊച്ചുകുട്ടികൾ അതെടുത്ത് അലങ്കോലപ്പെടുത്തുകയും ഓരോ കുരുത്തക്കേടുകൾ കാണിക്കുന്നതുകൊണ്ടാണ് രേണു സുധി അതെടുത്ത് കട്ടിലിൻ്റെ കീഴിൽ വെച്ച്. പക്ഷേ അവരെന്തോ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ ഈ ഫോട്ടോസ് ഈ അവാർഡ് കിട്ടിയ സംഭവം എടുത്ത് ടേബിളിൽ വെച്ചു. ഒരിക്കലും അവർ അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഇത് ഇങ്ങനെ വീഡിയോ കാണാനിടയായി. ഓ, കഴിഞ്ഞടാ പരിപാടി. പിന്നെ അതിനെ ചൊല്ലി സുധിയുടെ ട്രോഫിയെല്ലാം എടുത്ത് കട്ടിലിൻ്റെ കീഴിൽ വെച്ചു, അവളുടെ ഫോട്ടോസെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഇടുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ ശരിയായൊരു പരിപാടിയല്ല. അപ്പം നമ്മളിത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ കിച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സാധാരണ ഇടയ്ക്കിടയ്ക്ക് അവിടെ അനിയനെ കാണാൻ വരും. അമ്മ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ കൊച്ചിന് ഒരു സന്തോഷത്തിന് വേണ്ടി അവൻ ഇടയ്ക്ക് വരികയും കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോയി കുഞ്ഞിന് ചെരുപ്പ് മേടിച്ചു കൊടുക്കും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അവൻ്റെ വീടാണ്. ഒരിക്കലും രേണു സുധി പറഞ്ഞില്ല ഇതെൻ്റെ വീടാണെന്നോ അല്ലെങ്കിൽ നീ എവിടെ വരരുതെന്നോ അവരാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവന് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴെങ്കിലും അവനായ ഒരു പ്രത്യേക റൂം, അറ്റാച്ച് ബാത്റൂമൊക്കെ ഉണ്ട്. അവനെപ്പോൾ വേണമെങ്കിലും അവിടെ താമസിക്കാം, കിടക്കാം, ഫുഡ് കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അവനിപ്പോൾ അവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ, കൊല്ലത്ത് നിൽക്കുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അമ്മൂമ്മയുണ്ട്. അച്ഛൻ മരിച്ചതിൻ്റെ ആ ഒരു വിഷമവും പിന്നെ പ്രായത്തിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ട് ഇവനുള്ളതുകൊണ്ട് ഒരു ആശ്വാസമാണ് അമ്മൂമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്കൊരു അവൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവിടുത്തെ അമ്മയ്ക്കൊരു ആശ്വാസമാണ് ഞാനുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യവും കൊണ്ടും അതുപോലെ തന്നെ അമ്മയ്ക്കൊരു കൂട്ടിനായിട്ടൊക്കെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പ്രത്യേകം കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യത്തിന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ രേണു സുധിയെക്കുറിച്ച് വരും. അവരൊരു പാവം സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണല്ലേ. നമ്മളങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനെയും താത്തിക്കെട്ടരുത്. അവരുടെ ഉയർച്ച, അവർ ഉയരുന്നത് ആർക്കും കണ്ടുകൂടാ. അവരൊരു ചെറിയ കലാകാരിയാണ്. ഇപ്പോൾ അവർ ലോകം അറിയപ്പെടുന്നൊരു നല്ലൊരു കലാകാരിയായി തന്നെയാണ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്നാൽ കാണാറുണ്ട്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം വേണ്ടത്.
അല്ലാതെ. പക്ഷെ ഒരു കാര്യം, അവരുടെ നല്ല മനസ്സിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ഏതെല്ലാം മനുഷ്യർ ഏതെല്ലാം രൂപത്തിൽ അവരെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവരവിടെ പതറുന്നില്ല. എല്ലായിടത്തും അവർക്ക് ദൈവം ആണ് ശക്തി കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അല്ലേ? അപ്പം നമ്മൾ ഈ ആളുകളിങ്ങനെ ഈ കുറേ യൂട്യൂബർമാരിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് അതിനെ രേണുസുതി അങ്ങനെ ചെയ്തു ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് കെട്ടിച്ചമയ്ക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ അവർക്ക് പിന്നെ സുതി മരിച്ചതിന് ശേഷം അവർക്ക് നല്ലൊരു വീടില്ലായിരുന്നു. ഫ്ലവേഴ്സ് ചാനലുകാരും ചില സംഘടനകളും കൂടി അവർക്കൊരു വീട് വെച്ചു കൊടുത്തു, ബിഷപ്പ് സ്ഥലം കൊടുത്തു. ഇതെല്ലാം ശരിയാണ്. കുട്ടികളുടെ 2 പേരിലുമാണ് ആ വീട് വരെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല രേണുസുതിയുടെ പേരിലല്ല, രേണുവിൻ്റെ പേരിൽ ഒന്നുമില്ല. അവളുടെ കുഞ്ഞുങ്ങളവിടെ താമസിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വീടാണ്. അവളൊരിക്കലും പറഞ്ഞിട്ടില്ല ആ കുട്ടികളോട് ഇറങ്ങിപ്പോകാനോ ഒന്നും അവർ ചെയ്യാത്ത. അവരവരുടേതായ തൊഴിലിന് പോകുന്നു വരുന്നു, അല്ലാതെ അവരൊരിക്കലും ഇറങ്ങിപ്പോകാനൊന്നും കിച്ചുവിനോട് പറഞ്ഞിട്ടില്ല. അല്ലെ കിച്ചു പരസ്യമായി പറയട്ടെ, കിച്ചു ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഒരു ചാനലുകാരനാണ്. ഇന്ന് വരെ അവൻ പരസ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞ കേട്ടിട്ടുണ്ടോ? എൻ്റെ അമ്മ കൊള്ളിയില്ലാത്തവളാണെന്നോ അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. കിച്ചു എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, ഞാൻ കിച്ചുവിൻ്റെ സബ്സ്ക്രൈബറാണ്. അവൻ ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇന്ന് വരെ കിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവൻ എപ്പോഴും മറ്റുള്ളവർ ഇപ്പോൾ ഓരോ ആൾക്കാരുമായിട്ട് അമ്മ അഭിനയിക്കുമ്പോഴും അതിനെ കുറ്റപ്പെടുത്തുന്നവരാണ്. അപ്പോഴും അവൻ പറഞ്ഞത് ഇതൊക്കെ കലയല്ലേ, അതിനങ്ങനെ ചെയ്യുന്നത് പറഞ്ഞെന്താ? അപ്പോഴും അവൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ ചാനലുകാർ വേണ്ടാത്ത കാര്യങ്ങൾ പറയാനായിട്ടാണ് നടക്കുന്നത്. എന്തിനാ അങ്ങനെ ഒരു മനുഷ്യനെ എന്തിനാ ഇങ്ങനെ താത്തി കിട്ടുന്നത്? അവനെ ഈ വീട് വെച്ച് കൊടുത്തു. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ടായി ഈ വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് തന്നെ പറയുന്നുണ്ട്, ബിഷപ്പ് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, രേണുസുതി ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ആ വീടിനകത്ത് വെള്ളം വീഴുന്നുണ്ടെന്നത്. പിന്നെ രേണുസുതി പറഞ്ഞ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വാഭാവികമായി പറഞ്ഞു പോയതാണ്, അറിയാതെ അവരുടെ വായിൽ നിന്ന് വീണുപോയി ചോർച്ച എന്നുള്ളൊരു വേഴ്സ്. പക്ഷേ അച്ഛൻ അത് അന്വേഷിച്ചപ്പം സംഭവം ശരിയാണ്, അവരുടെ വീടിനകത്ത് വെള്ളം വീഴുന്നത് എന്തോ അങ്ങനത്തെ ഒരു പണിയാണ്, പണിയുടെ ഭാഗമായിട്ടാണ് അതിങ്ങനെ എന്തോ കാറ്റടിക്കുമ്പോൾ വെള്ളം അവിടെ റൂമിനകത്തോട്ട് വീഴുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർ ചോർച്ച എന്നൊരു വേഴ്സ് പറഞ്ഞത്. അപ്പോഴും ഇവിടെ അവൾക്ക് ഒന്നുമില്ലാന്ന് അവൾക്ക് വീട് കൊടുത്തു. അപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇപ്പോഴേ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ ചാനലുകാർ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ചാനലുകാരാണ്, ഒരിക്കലും രേണുസുതിയല്ല. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട കാരണം. അയാൾ ഇതൊന്നും അറിയാൻ മേലാത്ത മനുഷ്യൻ, അയാൾക്ക് വിഷമായിപ്പോയി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ രേണുസുതി ഒരു നിരപരാധി തന്നെയാണ്. അവരുടെ വായിൽ നിന്ന് വീണ് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ മേല, അതാണ് സത്യം. അവർക്കൊന്ന് ഒരു പരിപാടിയിലൊന്ന് അഭിനയിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല കലാകാരി മഞ്ജു വാര്യറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തുമാത്രം കലാകാരികളുണ്ട്, അല്ലെ കലാകാരന്മാരുണ്ട്, അവരെക്കുറിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊന്ന് പറഞ്ഞു നോക്കട്ടെ, അവരെ ആക്ഷൻ എടുക്കാമെന്ന് കാണാം. ഇവരൊരു സാധു സ്ത്രീയാണ്, അവർക്കൊരു ഭർത്താവില്ല, അവർക്ക് പിന്നെ ആരും അവർക്ക് സപ്പോർട്ട് നിൽക്കാനില്ല. അപ്പോൾ അവരെന്തും പറയാം, എന്തും താത്തിക്കെട്ടാം എന്നുള്ള രീതിയാണ്. നമ്മൾ സത്യസന്ധമായ കാര്യം അറിയാതെ ഒരു മനുഷ്യനെയും ഇങ്ങനെ പറയും. ശരിക്കും അവരുടെ ആ മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് അവർ ഈ ലോകജീവിതത്തിൽ ജീവിച്ചത്. വേറെ വല്ലവരാണ് ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ദൈവം അവർക്ക് ശക്തി കൊടുക്കുകയാണ്. അവരവിടെയൊന്നും പതറുന്നില്ല. അതിന് മാത്രം ചീത്തയാണ് അവരെക്കുറിച്ച് ഓരോ യൂട്യൂബേഴ്സും പറഞ്ഞു. എന്ത് കിട്ടും ഇതുകൊണ്ട്? എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യും, സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. ഇതായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഇപ്പം അതുപോലെ തന്നെ കിച്ചു ഈ അവരുടെ വീട്ടിൽ ചെന്നിട്ട് കിച്ചു ഇന്ന് അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും അവനെ അടിച്ചിറക്കിയിട്ടില്ല. അതുവരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പാടാം.
അവൻ ഇങ്ങനെയുള്ള ചില സാഹചര്യം കൊണ്ടാണ് അമ്മയ്ക്കൊരു കൂട്ടായിട്ടും അവൻ്റെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടൊക്കെയാണ് അവനോടൊപ്പം നിൽക്കുന്നത്. പിന്നെ ഇടക്കിടക്ക് അവൻ ഇവിടെ വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ മനുഷ്യനും പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു മനുഷ്യനെയും താത്തിക്കെട്ടരുത്. അവർക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാമെന്നുള്ളതാണ്. അവർ ഈ പ്രാവശ്യം അവർ ബിഗ് ബോസിലുണ്ടാവും. അവർ നല്ലൊരു കലാകാരിയായിരിക്കും. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്കൊരു ട്രോഫി തന്നെ കരസ്ഥമാക്കാൻ കഴിയും. അതിനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.